ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ തിരിച്ച് വിളിക്കാതെ ഹൃതിയെ അകത്തോട്ട് കയറില്ല പറഞ്ഞ് ശബന്ധം ചെയ്ത് ആ മുറ്റത്ത് തന്നെ നിൽക്കുക. ആ സമയത്താണെങ്കിൽ നല്ല കൊടുങ്കാറ്റും മഴ ഇടിയൊക്കെ ഉണ്ട്. രാജു വളരെ സങ്കടത്തോടെ ഋതു വാ ഋതു നമുക്കകത്ത് പോവാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൃതിക സമ്മതിക്കില്ല. ഇല്ല, ഞാൻ പ്രതാപവർമ്മയുടെ മകളാണ്. അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കാതെ ഞാൻ എങ്ങോട്ടും ഇവിടുന്ന് പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. ഇടി വെട്ടുന്നെങ്കിൽ വെട്ടട്ടെ, മഴ പെയ്തോട്ടെ, ഞാൻ ചാകുന്നെങ്കിൽ അങ്ങ് ചത്തോട്ടെ. ഗത്യന്തരമില്ലാതെ രാജു പത്മാവതിയെ വിളിച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ പത്മാവതി അവിടെ എത്തിയിട്ടുണ്ട്. തൻ്റെ പൊന്നോമന മകൾ വീട്ടുമുറ്റത്ത് നിന്ന് മഴയത്ത് നനയുന്ന കണ്ട് പത്മാവതിയുടെ ചങ്ക് പിടയുവാണ്. പൊന്നുമോളേന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഹൃതിയെ കെട്ടിപ്പിടിക്കുവാണ്. എൻ്റെ മോൾ എന്തിനാ ഇങ്ങനെ നിന്ന് മഴ നനയുന്നത്? മോക്കകത്ത് കയറിപ്പോയിക്കൂടെ? ഇല്ലമ്മേ, അച്ഛൻ എന്നെ അടിച്ച് പുറത്തിറക്കിയിരിക്കുക. അച്ഛൻ വിളിക്കാതെ ഞാൻ തിരിച്ചു പോകില്ല. എങ്കിൽ മോൾ രാജുവിൻ്റെ വീട്ടിലോട്ട് പോകും. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. ഞാൻ ഇവിടെ കിടന്ന് ചാകുന്നെങ്കിൽ അങ്ങ് ചത്തോട്ടെ. ആ അംബികയുടെ വാക്ക് കേട്ടല്ലേ അച്ഛൻ എന്നെ അടിച്ച് പുറത്തിറക്കിയത്. ഇതൊക്കെ ദീപക്ക് ജനലിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. ദീപക്ക് വെച്ച് പിടിച്ച് ഓടുന്നുണ്ട് അംബികയുടെ അടുത്തോട്ട്. ഈ സമയത്ത് അംബികയാണെങ്കിൽ നന്ദനയുടെ തലമുടി തുടച്ചു കൊടുക്കുക. നീ എന്തിനാ ഹൃതിയയ്ക്ക് കുടയും കൊണ്ടുപോയത്? എന്ത് കാര്യത്തിന്? അമ്മ, അവളെന്നെ ഉപദ്രവിച്ചെങ്കിലും എനിക്ക് അവൾ മഴ നനയുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല, അവൾ നമ്മുടെ ശത്രുവാണ്. അല്ല മൂർഖന പാമ്പാട്ടൊക്കെ അവളെ നീ കണ്ടാൽ മതി. ദീപക്ക് അങ്ങോട്ട് ഓടി വന്നിട്ട് അമ്മേ അറിഞ്ഞോ? എന്താന്നാടാ? വേണ്ട, അവർ വന്നിട്ടുണ്ട്. ആരാടാ? വേണ്ട, പത്മാവതി വല്യമ്മാവൻ്റെ ഭാര്യ. അത് കേട്ട് അംബിക ഒന്ന് ഞെട്ടുന്നുണ്ട്. നന്ദനും ഇങ്ങനെ ആകാംക്ഷയുടെ നോക്കുക. ചേടാ, വല്ലതുമൊക്കെ ഇവിടെ നടക്കുമല്ലോ. എവിടാടാ അവള്? ദാണ്ടാ മുറ്റത്ത് നിൽക്കുന്നു. ആഹാ, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം, വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അംബിക പോകാനൊരുമ്പോൾ പെട്ടെന്ന് നന്ദന അംബികയുടെ കയ്യെ പിടിച്ചിട്ട്, അമ്മേ വഴക്കിടല്ലേ അമ്മേ, എല്ലാം സമാധാനത്തോടെ പോകാമേ. നീ മിണ്ടിപ്പോകരുത്. ഒരു ശത്രുവിനെ അംബികവർമ്മ വെറുതെ വിടില്ല. നീ ശത്രുവിന് വേണ്ടി സമാധാന ദൂതുവായിട്ട് എൻ്റെ അടുത്ത് മേലാ വന്നേക്കരുത്. ആ പത്മാവതി അകത്തോട്ട് കയറിയ അവിടെ കഥ ഞാൻ കഴിക്കും. പ്രതാപനെയും കൂടെ വിളിക്കട്ടെ, നീ ഇങ്ങോട്ട് വാടാ. അവരെങ്ങോട്ട് പോകുമ്പോൾ നന്ദന മനസ്സിൽ പറയാം, എല്ലാവരും തമ്മിൽ ചാകുന്നത് കാണാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യം വേണ്ടത് രാജുവും ഹൃതിയും തമ്മിൽ തല്ലി പിരിയണം. പത്മാവതി ഇനി രണ്ടാമതൊരു ചിന്തയില്ല. പത്മാവതി പറയുക, എൻ്റെ മോളെ മുറ്റത്ത് നിർത്തി നനയിപ്പിക്കുന്ന ആരോടും സൂര്യമംഗലത്തെ പത്മാവതിക്ക് ക്ഷമിക്കാനാവില്ല. എൻ്റെ മോളിങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഹൃതിയുടെ കൈയും പിടിച്ചുകൊണ്ട് പത്മാവതി അകത്തോട്ട് കയറി വരുവാണ്. പ്രതാപൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങിപ്പോയ പത്മാവതി വളരെ ദേഷ്യത്തോടെ നല്ല ഗാംഭീര്യത്തോടു കൂടിയാണ് ഹൃതികമ്മോടെ കയ്യും പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വരുന്നത്. യാമിനിയും ശേഖരനും പത്മാവതിയെ കണ്ട് സന്തോഷത്തോടെയും കരഞ്ഞുകൊണ്ട് പത്മയടത്തി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുവാണ്. ഈ സമയത്ത് അംബിക പ്രതാപൻ്റെ കൈക്കും പിടിച്ചുകൊണ്ട് വരുവാണ്. ഹൃതികയുടെ കയ്യും പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വന്ന് നിൽക്കുന്ന പത്മാവതിയെ കണ്ട് പ്രതാപൻ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക. അതേ ദേഷ്യത്തിൽ തന്നെ പത്മാവതിയും പ്രതാപനെയും നോക്കുന്നുണ്ട്. പ്രതാപൻ പത്മാവതിയുടെ അടുത്തോട്ട് വരുവാണ്. പ്രതാപനോടൊപ്പം തന്നെ അംബികയും ദീപക്കും നന്ദനയും വരുന്നുണ്ട്. വലിയൊരു പൊട്ടിത്തെറിയോടെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. ശേഖരനെയും യാമിനെയും സങ്കടത്തോടെ നിൽക്കുക. ദൈവമേ, ഇപ്പോൾ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? പ്രതാപൻ ദേഷ്യത്തോടെ പത്മയോട് ചോദിക്കുന്നു, നീ എന്ത് ധൈര്യത്തോടു കൂടിയാടി ഇങ്ങോട്ട് കയറി വന്നത്? ആര് പറഞ്ഞിട്ടാടി നീ ഇതിനകത്ത് കാല് കുത്തിയത്? അത് കേട്ടോണ്ട് പെട്ടെന്ന് അംബിക, എടി നിന്നോടല്ലേടി പറഞ്ഞ് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോൻ? നീ പോയില്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കുവേ. അത് കേട്ടിട്ട് മന്ന ബുദ്ധി ദീപക്ക് പറയാം, അമ്മേ രണ്ടിനെയും പിടിച്ചു വലിച്ച് പുറത്തോട്ട് ഇറക്കട്ടെ അമ്മേ. അത് കേട്ടിട്ട് യാമിനി ദേഷ്യത്തോടെ, എടാ നീ അവിടെ അടങ്ങി നിൽക്കി, ഇതൊക്കെ അവർ കൈകാര്യം ചെയ്തോളും. പ്രതാപൻ വീണ്ടും പത്മയോട് ചോദിക്കുക, നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന്. അത് കേട്ട് വീണ്ടും അംബിക, ഡീ ഇവിടെ ചോര വീഴ്ത്തിക്കാതെ ഇവളെയും പിടിച്ചോണ്ട് ഇറങ്ങി പോടി ഇവിടുന്ന്. അങ്ങനെയങ്ങ് പോകാനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പത്മ നല്ല ധൈര്യത്തോടെ പറയാം. പ്രതാപൻ ചോദിക്കുക, പിന്നെ നീ എന്ത് ഭാവിച്ചാടി നിന്റെ പുറപ്പാട്? നിങ്ങൾ പിടിച്ചിറക്കി വെളിയിലാക്കിയ നമ്മുടെ മകളെ അകത്തോട്ട് കയറ്റാനാണ് ഞാൻ വന്നത്. ആ അവസരം മുതലെടുത്തിട്ട് അംബിക പറയും, നമ്മുടെ മകളോ? നീ മിണ്ടിപ്പോകരുത്. പത്മ പറയുക, ഇതുവരെ നീ കണ്ട പാപം പിടിച്ച പത്മാവതി അല്ല ഞാൻ. ഇനിയും നീ എൻ്റെ നേരെ കളിക്കാൻ വന്ന കൊന്നുകളയും നിന്നെ ഞാൻ. എൻ്റെ മകള് പുറത്തു നിന്ന് മഴ നനയാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. അവളുടെ അച്ഛനത് വിനോദമാണെങ്കിൽ അവളെ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്കത് സങ്കടമാണ്. പ്രതാപൻ ചോദിക്കുക, നിനക്കിതിനകത്തോട്ട് കയറി വരാനുള്ള അനുവാദം ആര് തന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. പത്മ വിട്ടുകൊടുക്കുക, എൻ്റെ വീട്ടിലോട്ട് കയറി വരാൻ ഞാൻ ആരുടെ അനുവാദമാണ് ചോദിക്കേണ്ടത്? അംബികയ്ക്ക് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി. നിന്റെ വീടോ? അതേത് വകുപ്പിലാണ് ഇത് നിന്റെ വീടാകുന്നേ? അത് നിങ്ങൾക്കറിയണോ? ഈ വീട് എൻ്റെ മകളുടെ പേരിലുള്ളതാ. പ്രതാപവർമ്മയും നീയും നിന്റെ ഇത്തിൽക്കണ്ണിയായ ഈ മകനും കൂടി അനുഭവിച്ചു വരുന്ന മറ്റെല്ലാ സ്വത്തുക്കളും എൻ്റെയും കൂടി പേരിലുള്ളതാ. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ ആങ്ങളോട് ചോദിച്ചു നോക്കടി.
പ്രതാപൻ ഉത്തരം മുട്ടി ഇങ്ങനെ ഞഞ്ഞഞ്ഞെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നിനക്ക് സംശയം കാണില്ലടി അംബിക, നീയാണല്ലോ ഈ മനുഷ്യനെ ഇങ്ങനെ ആക്കിയത്. ഋതിക പറയും, എൻ്റെ മുത്തശ്ശൻ സൂര്യമംഗലത്തെ മഹാദേവവർമ്മയുടെ സ്വത്തുക്കളാ ഇതെല്ലാം. അമ്മാമ്മയും കൂടി ചേർന്ന് എഴുതി കൊടുത്തതാ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ. എൻ്റെ അമ്മയുടെ എൻ്റെ അവകാശം കഴിഞ്ഞ് അച്ഛൻ ഈ സ്വത്തുക്കളിൽ അവകാശമുള്ളൂ. അച്ഛൻ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അച്ഛൻ ഈ സ്വത്തിൽ അവകാശമില്ല. ഋതികയുടെ ഈ വാക്ക് കേട്ട് ഇടിവെട്ടേറ്റതുപോലെ അംബിക ഇങ്ങനെ വായും പൊളന്ന് നിൽക്കുന്നുണ്ട്. പ്രതാപൻ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. എന്താ അംബികെ, മനസ്സിലായോ നിങ്ങൾക്ക്? പത്മാവതി അംബികയോട് പറയാം, എനിക്കിവിടെ കയറി വെള്ള റൈറ്റ്സ് എന്താണെന്ന് ഇപ്പം അംബികയ്ക്ക് മനസ്സിലായല്ലോ. എൻ്റെ കുഞ്ഞിനെ പിടിച്ച് വീട്ടിനകത്തുനിന്ന് പുറത്താക്കാൻ കൂട്ടുനിന്ന നിന്നെയും നിൻ്റെ മകനെയും ഞാനിവിടെ നടിച്ചിറക്കട്ടെ, കാണണോ നിനക്കത്? അംബിക ഇങ്ങനെ നോക്കി നിൽക്കുക. ഇത്രയും നാളും പാവം പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന പത്മാവതിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷെ പത്മാവതി അത് ചെയ്യില്ല. അതിൻ്റെ കാരണമേ എൻ്റെ ജീൻസ് വേറെയാ. നിന്നെപ്പോലെ സംസ്കാരം ഇല്ലാത്തവളല്ല ഞാൻ. ഞാൻ സൂര്യമംഗലത്തെ മഹാദേവ വർമ്മയുടെയും സരസ്വതി വർമ്മയുടെയും മകളാ. കൊട്ടാരത്തിൽ ജനിച്ചാലും കുടിലിൽ ജനിച്ചാലും സംസ്കാരം ഉണ്ടാകാനോടി അത് നിനക്കില്ല. പ്രതാപനെ നോക്കിയിട്ട് പത്മ പറയാം, ഇദ്ദേഹത്തിന് അത് അല്പം കൂടിപ്പോയി. അതാണല്ലോ സംശയത്തിന്റെ പേരിൽ ഭാര്യയെ ഉപേക്ഷിച്ചത്. എനിക്ക് നിന്റെ കവലപ്രസംഗം ഒന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഋതിക പറയാം, അങ്ങനെ ഇറങ്ങിപ്പോകാനല്ല എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നത്. രാജു പറയാം, ഋതു അച്ഛനോട് ധിക്കാരം പറയരുത്. ഞാൻ ധിക്കാരമല്ല രാജു പ്രവർത്തിക്കുന്നത്. എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ദാണ്ട് ഇവർക്കും രാജുവിനും ചെറിയമ്മയ്ക്കും അറിയാം. പ്രതാപൻ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ട് നിൽക്കുക, എനിക്കിത് അസഹനീയമാണ്. നീ എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം. എനിക്ക് നിന്നെ കാണുമ്പോൾ അറപ്പും വെറുപ്പുവാ. ശേഖരൻ കരഞ്ഞോണ്ട് പറയാം, ചേട്ടാ പത്മയടത്തിയോട് അങ്ങനെയൊന്നും പറയല്ലേ. ഈ കാര്യത്തിൽ നിന്റെ അഡ്വൈസ് വേണ്ടാന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. യാമിനി പറയും, പ്രതാപേട്ട ഇവർ നിങ്ങളെ ഇതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുമല്ലേ. അത് കേട്ടിട്ട് ദീപക് ഇവളെന്ന് ഞാൻ. പത്മയെ നോക്കി പ്രതാപൻ വീണ്ടും പറയാം, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയാം, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ? പത്മ പറയാം, ഞാനിവിടെ താമസിക്കാനും ഒന്നും വന്നതല്ല. ആ മോഹമൊക്കെ പത്മയെ പണ്ടേ ഉപേക്ഷിച്ചു. എൻ്റെ മകളെ നിങ്ങൾ പുറത്തിറക്കി വിട്ട്. എൻ്റെ മകൾ പുറത്തു നിന്ന് മഴ നനയുന്നുണ്ടായിരുന്നു. അവളോട് ഇത്രയധികം ക്രൂരത കാണിക്കാൻ അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അംബിക ഉടനെ, അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിനക്ക് അറിയണോടി? നിന്നോടല്ലടി ഞാൻ ചോദിച്ചത്. നീ മിണ്ടിപ്പോകരുത്. നീയേ പണ്ടെൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അത് നീ മറക്കരുത്. അംബികയ്ക്ക് വല്ലാത്ത ദേഷ്യവും നാണക്കേട് വായ്പ്. മരുമകളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രതാപന് ജീവൻ വെച്ച് തുടങ്ങി. സൂര്യമംഗലത്തെ സ്വത്തെന്നൊക്കെ പറഞ്ഞ ശരിയാ, പക്ഷേ എൻ്റെ അധ്വാനം കൂടി ഇതിലില്ലേ? ഋതിക ചോദിക്കുക, ആരെങ്കിലും അത് നിഷേധിച്ചോച്ചാ? അച്ഛനോട് ഈ സ്വത്തെല്ലാം വിട്ടു തരണമെന്ന് അമ്മ അച്ഛനോട് ചോദിച്ചോ? ഈ സ്ത്രീ എൻ്റെ അമ്മയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴാണ് അമ്മ സ്വത്തവകാശത്തെക്കുറിച്ച് പറഞ്ഞത്. ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് ഋതിക പറയാം, വാടക വീടുകളിൽ മാറി മാറി താമസിച്ചിട്ടും എൻ്റെ അമ്മ അച്ഛനോടോ അമ്മാമ്മയോടോ സ്വത്ത് ചോദിച്ച് വന്നോ? ഇല്ലല്ലോ അച്ഛാ. പ്രതാപൻ പറയാം, എന്നെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാ. നിന്റെ മുഖത്ത് നോക്കുന്നതേ എനിക്കിഷ്ടമല്ല. പത്മാവതി വിട്ടുകൊടുക്കുക. പത്മാവതി പറയാം, ദാണ്ട് ഇവളെ ഈ അംബിക സ്വന്തം ഭർത്താവിനെ വരെ ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം ഒത്തുകൂടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതിനുവേണ്ടി ഇവൾ അന്ന കള്ളക്കഥ ഉണ്ടാക്കി എന്നെ മോശക്കാരിയാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. അത് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ. നീ അലക്കി വെളുപ്പിക്കാനൊന്നും നോക്കണ്ട, അതിന് വെളുക്കില്ല. കറപുരണ്ട കഥകളാ, അതിന് എനിക്ക് കേൾക്കണ്ട. എന്നാലേ ഒരു സാമൂഹ്യ പ്രവർത്തകന് വേണ്ട മിനിമം ക്വാളിറ്റി എന്താണെന്നെങ്കിലും നിങ്ങൾക്കറിയാവോ? കരുണയും സഹാനുഭൂതിയും സത്യസന്ധതയും ക്ഷമയും സഹിഷ്ണുതയും നീതിബോധവും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള കഴിവും. മന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾ ഈ കഴിവുകളൊക്കെ പലവട്ടം തെളിയിച്ചിട്ടുള്ള ആളാണല്ലോ. പക്ഷേ ഈ പെങ്ങളോടുള്ള ഓവർ സെന്റിമെന്റ്സ് കൊണ്ട് കുടുംബജീവിതത്തിൽ അത് വേണ്ടെന്ന് വെച്ചു. ഇവള് നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന പിശാചാണ് പ്രതാപേട്ട. നല്ലവനും ശുദ്ധഗതിക്കാരനുമായ നിങ്ങളത് തിരിച്ചറിയണം. പ്രതാപൻ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ, ഞാനിപ്പോൾ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ അമ്മ അങ്ങനെ ഇറങ്ങിപ്പോകാനല്ല ഇങ്ങോട്ട് വന്നത്. എങ്കിലേ അമ്മയും മോളും കൂടി ഇവിടെ നിന്നോ, ഞാൻ ഇറങ്ങി തന്നേക്കാം. അത് കേട്ടതും അംബികയുടെ നല്ല ജീവനങ്ങ് പോയി. ദൈവമേ, ചതിച്ചോ? അവിടെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകുമല്ലോ. പ്രതാപൻ പറയാം, ഞാൻ ഏതെങ്കിലും വാടക വീട്ടിൽ പോയി താമസിച്ചോളാം. ഇതിനേക്കാളും നല്ലതാ. പ്രതാപ നിൽക്കുക പ്രതാപ എന്നും പറഞ്ഞ് അംബിക കയറി പിടിച്ചു നിർത്തുക. നീ എന്തിനാ പ്രതാപ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? ഇതേ നിന്റെ വിയർപ്പിൻ്റെ വിലയാ. ഇവിടെ നാരിറങ്ങണമെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അംബികയുടെ പ്ലാനും പദ്ധതിയും പൊളിയുമല്ലോ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് എടി ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞ് പത്മാവതിയുടെ കയ്യെ പിടിച്ച് വലിക്കുക. ഋതിക പെട്ടെന്ന് അംബികയുടെ കൊരവള്ളിക്കൊരു പിടി. എൻ്റെ അമ്മയെങ്ങനെ തൊട്ടാ നിന്നെ കൊന്നുകളയും ഞാൻ. അത് കണ്ടുകൊണ്ട് ദീപക് എടി എന്നും പറഞ്ഞ് ഋതികയെ അടിക്കാൻ പോവുകയും രാജി വിടുക പിടിച്ചിടാന്നും പറഞ്ഞ് പിടിച്ചവർ ഒറ്റയേറ് ദീപക്കിനെ. പ്രതാപൻ ഒച്ചത്തിൽ പറയാം, നിർത്താനല്ലേ പറഞ്ഞ്, ചേച്ചിയോടല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് മാറി നിൽക്കാൻ.
ഇനി ഒരു നിമിഷം പോലും ഋതികയുള്ള ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. ചേച്ചിയും കുടുംബവും ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ശേഖരനും യാമിനി ഇവർക്ക് പ്രിയപ്പെട്ടവരാണല്ലോ. അവർക്ക് എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ നാണ്ട് ഇവർക്ക് കൊടുത്തേക്കാം. ഒരു വാടക വീട്ടിലോട്ട് ഞാൻ മാറിക്കോളാം. ചേച്ചി വാ. ദീപക്കും അവൻ്റെ ഭാര്യയും എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ഒരിക്കലും അംബിക വിചാരിച്ചില്ല ഇങ്ങനൊരു രംഗം. അംബിക ആകെ തകർന്നിക്കുക. ചതിച്ചല്ലോ ദൈവമേ, ഞാൻ കുഴിച്ച കുഴി ഞാൻ തന്നെ വീണല്ലോ. ഇനി വഴിയാധാരം ആവുമോ ദൈവമേ. ചേച്ചി എന്തായി ആലോചിച്ച് നിൽക്കുന്നത്? അയ്യോ നിൽക്കു പ്രതാപ, ഞാനൊന്ന് പറയട്ടെ. ഇനി ഒന്നും പറയണ്ട, വാ ഇറങ്ങാനല്ലേ പറഞ്ഞത്. അംബിക അടവ് മാറ്റി പിടിക്കുവാണ്. പ്രതാപ, നീ ഇന്ന് കേരളം മുഴുവൻ അറിയുന്ന ആളാണ്, മുൻ മന്ത്രിയാണ്. അതിനെന്താ ചേച്ചി, വാടക വീടൊക്കെ അന്വേഷിച്ച് നടന്നാൽ നാട് മുഴുവൻ അറിയും. ചാനലായ ചാനൽ മുഴുവൻ വാർത്തയും ആകും. മുൻ ഭാര്യ വന്ന് മുൻ മന്ത്രിയെ ഇറക്കി വിട്ടെന്നായിരിക്കും പറയുന്നത്. അംബികയുടെ അടവ് ഋതികയുടെ അടുത്ത് നടക്കുവോ? ഋതിക പറയാ, എന്ത് ന്യൂസ് വന്നാലും സൂര്യമംഗലത്തിലെ പത്മാവതി ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വാ ചേച്ചി നമുക്ക് പോവാം. എന്തിനാ ഇവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നു? പ്രതാപ, നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞത്. ഇവളിവിടെ നിൽക്കട്ടെ. ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ പല വെല്ലുവിളികളും ഇങ്ങനെ വരും. നമ്മൾ അതിനെയൊക്കെ നേരിട്ടേ പറ്റൂ. ഇവരുടെ മുന്നിൽ നാണം കെട്ടാലും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടണ്ടല്ലോ മോനെ. പത്മ പറയാം, ആരും ആരുടെയും മുന്നിൽ നാണം കെടണ്ട. പ്രതാപവർമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവാണെങ്കിലും എനിക്ക് നിങ്ങൾ എൻ്റെ ശത്രുവല്ല. എൻ്റെ അച്ഛൻ്റെ മാനസപുത്രനായിരുന്നു ഇദ്ദേഹം. എൻ്റെ അച്ഛൻ വരച്ചിട്ടതായിരുന്നു ഈ ചിത്രം എൻ്റെ മനസ്സിൽ. അതൊരു മനോഹരമായ പെയിൻറ്റിങ് പോലെ എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ കാണും. അംബികയെ ഓട്ട കണ്ടിട്ട് പ്രതാപനെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഇവനിൽ വരുന്നോ? ഇനി പത്മയോടെ സ്നേഹം തോന്നുന്നോ? പത്മ പറയുക, എൻ്റെ മകളെ ഈ വീട്ടിൽ കയറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അംബിക എന്തൊക്കെ പറഞ്ഞ് പരത്തിയാലും ഞാൻ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരു പുരുഷനെ സ്പർശിച്ചിട്ടുള്ളൂ. അത് നിങ്ങളെ മാത്രം. ഋതിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് പത്മ പറയാം, ഈ കുഞ്ഞിനെ നിങ്ങൾ വെറുക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. ഇവള് നിങ്ങളുടെ ചോരയാ. അംബിക ഇങ്ങനെ പ്രതാപനെ നോക്കുക. അയ്യോ ഇവൻ്റെ മനസ്സിന് ചഞ്ചലം വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി അവൾ ഭയത്തോടെ നിൽക്കുക. പത്മ പറയാം, മോൾ അച്ഛനോട് വഴക്കിടാനും ഒന്നും പോകരുത്. അമ്മ ഇവിടുന്ന് ഇറങ്ങുക. അമ്മ ഇറങ്ങിയാൽ ആ നിമിഷം തന്നെ ഞാനും ഇവിടുന്ന് ഇറങ്ങും. കരഞ്ഞുകൊണ്ട് ഋതിക പറയാം, അമ്മ പോകരുത്, അമ്മയുടെ വീടായത്, അമ്മ ഇവിടെ തന്നെ ഉണ്ടാകണം. പ്രതാപൻ ഒന്നും മിണ്ടാതെ മുകളിലോട്ട് കയറിപ്പോവുക. അപ്പോൾ രാജി വന്ന് പത്മയോട് പറയുക, അമ്മ ഇവിടുന്ന് പോകരുത്. അമ്മ ഇവിടെ നിന്നെങ്കിൽ മാത്രമേ അംബികയെ നോക്കിയിട്ട് ചിലരുടെ പെട്ടികൾക്ക് അവസാനത്ത് ആണിയടിക്കാൻ പറ്റൂ. എടാ, എന്നെ വെല്ലുവിളിച്ച് ഈ അമ്മയ്ക്കും മോക്കും ഇവിടെ താമസിക്കാമെന്ന് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഋതിക പറയാം, പിന്നെ ഇരച്ചു കയറി വരുവാണല്ലോ ഈ പെണ്ണുപിള്ള. പ്രതാപവർമ്മയുടെ പെങ്ങളാണെന്നുള്ളൊരു കൺസിഡറേഷൻ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും മര്യാദകൾ പറഞ്ഞാൽ അമ്മയെയും മകനെയും മകൻ്റെ ഭാര്യയും ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അച്ഛൻ്റെ സപ്പോർട്ട് കൂടി ഞാൻ ഇല്ലാതാക്കുന്നത് കാണണോ? എടി, നീ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും പ്രതാപനെ അവൻ എന്നോട് പിണങ്ങില്ല. അതാ ഞാനും അവനും തമ്മിലുള്ള ബന്ധം. എന്നാലേ ആ ബന്ധം ഞാൻ ഇപ്പം പൊളിച്ചു തരാം. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ സിസ്റ്റർ പവിത്രയായിട്ട് ഇവിടെ വന്നത് എൻ്റെ അമ്മ തന്നെയാണെന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയും. പാവപ്പെട്ട ഒരു മനക്കലെ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി സിസ്റ്റർ പവിത്രയാക്കി അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന സത്യം ഞാൻ അച്ഛനോട് തുറന്നു പറയും. അംബികയുടെ തലയ്ക്കൊരടിയേറ്റതുപോലെ. അല്ല, ഇതിനൊക്കെ എന്താ തെളിവ്? അറിയില്ലേ ആ വീഡിയോ? കഴിഞ്ഞ വിഷുവിന് അച്ഛൻ തന്ന നാണയവും ഒരു സാരിയും ഇല്ലേ, അത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത് നിങ്ങളൊരു വീഡിയോ ആക്കിയില്ലായിരുന്നോ? ആ വീഡിയോ അതിപ്പോഴെൻ്റെ കയ്യിലുണ്ട് അംബികയെ. ഇനി മറ്റൊരു തെളിവ് കൂടിയുണ്ട്. നിങ്ങളും നിങ്ങളുടെ മകനും അവൻ്റെ അമ്മായിയച്ഛനും ചേർന്ന് എൻ്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയില്ലേ, അതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അംബികയെ ചലിക്കാൻ വയ്യാത്ത രീതിക്ക് നമ്മുടെ ഋതിക പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അംബികയുടെ ഗതി എന്താവും? ഈ തെളിവുകളെല്ലാം പ്രതാപനെ ഋതിക കാണിക്കുമോ? ആ തെളിവുകൾ വെച്ചായിരിക്കും ഇനി ഋതിക അംബികയും മകനെയും വിരട്ടി അവിടെ നിർത്തുന്നത്. ഇനി നന്ദനയുടെ പ്രതികാരം എന്തായിരിക്കും? ഋതിക അവിടെ തലക്കിട്ട് 2 അടി കൊടുത്ത് അവളെ അവിടെ നിന്ന് ഓടിച്ച് വിടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.